ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയുടെ വർഗീയ പരാമർശത്തിൽ കേസെടുത്തു. മതസ്പർദ്ധ വളർത്തി വർഗീയ ചേരിതിരിവിന് ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തത്. വി. ശിവൻകുട്ടിയുടെ പരാതിയിന്മേലാണ് കേസെടുത്തത്. ഷഫീദ് റാവുത്തർ ചേരുകയാണ് വിവരങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസം പുൽവാമയിലെ ആക്രമണത്തിൽ അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ബാലാക്കോട്ടിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരം പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വർഗീയ പരാമർശം പി.എസ്. ശ്രീധരൻപിള്ള നടത്തിയത്. എങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഹർഷൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ആറ്റിങ്ങലിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആറ്റിങ്ങൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ചീഫ് ഇലക്ഷൻ ഇടതുപക്ഷ LDFിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായ വി. ശിവൻകുട്ടിയുടെ പരാതിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 153A എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നതും. മതസ്പർദ്ധ വളർത്തി കൂടാതെ വർഗീയ ചേരിതിരുണ്ടാക്കി എന്നിങ്ങനെയാണ് ഈ കേസുകൾ ഇപ്പോൾ നിലവിലുള്ളത്. ജാമ്യമില്ലാ കുറ്റമാണ്. ഹർഷൻ, ഞാൻ സൂചിപ്പിച്ചതുപോലെ 24 ആയിരുന്നു കഴിഞ്ഞ 13-ാം തീയതി ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ പരിപാടിക്കിടെ ശ്രീധരൻപിള്ള നടത്തിയ വർഗീയ പരാമർശം ആദ്യം പുറത്തുവിടുന്നത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഗുരുതരമായ നടപടികൾക്ക് ശ്രീധരൻപിള്ള വിധേയനാകേണ്ടി വരുമെന്ന്. അദ്ദേഹം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: ബലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം തിരയുന്ന ചിലരുണ്ട്. ഇസ്ലാം ആണെങ്കിൽ ചില അടയാളങ്ങളൊക്കെ പരിശോധിക്കണ്ടേ, ഇസ്ലാം ആണെങ്കിൽ ചില അടയാളങ്ങളൊക്കെ പരിശോധിക്കണം, ഡ്രസ്സൊക്കെ മാറ്റി നോക്കണ്ടേ എന്ന തരത്തിലായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയുടെ വർഗീയ പരാമർശം. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ വർഗീയ പരാമർശത്തിനെതിരെ വലിയ തരത്തിലുള്ള നടപടി ആദ്യഘട്ടമായി നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വി. ശിവൻകുട്ടി തന്നെ, ആറ്റിങ്ങലിലെ ചീഫ് ഇലക്ഷൻ ഏജന്റായ വി. ശിവൻകുട്ടി തന്നെ ആദ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ഈ പറയുന്ന വർഗീയ പരാമർശത്തിനെതിരെ കേസെടുക്കണം, കൂടാതെ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കിയുള്ള പ്രചരണ പരിപാടികളിൽ ശ്രീധരൻപിള്ള പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നലെ ചീഫ് ഇലക്ഷൻ ഓഫീസറായ ടിക്കാറാം മീണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രീധരൻപിള്ള ചട്ടലംഘനം നടത്തിയെന്ന റിപ്പോർട്ടും നൽകി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൂടിച്ചേർത്ത് നമുക്ക് ശ്രീധരൻപിള്ളയുടെ തുടർ നടപടികളെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം, മുൻ DGP TP സെൻകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തിയെന്നുമായി ബന്ധപ്പെട്ടൊരു കേസ് നേരിട്ടിരുന്നു. ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ കാര്യത്തിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിശദമായ പരിശോധനകൾക്ക് ശേഷം, വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും അറസ്റ്റ് ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകിയത്. പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കെതിരെ വർഗീയ പരാമർശത്തിൽ കേസെടുത്തിരിക്കുന്നു.